വ്യക്തിപരമായ രാഷ്ട്രീയ പ്രത്യാശാസ്ത്രങ്ങളെക്കാൾ ഉയർന്നുകൊണ്ട് വേറൊരു പാർട്ടിയിലെ നേതാവിന്റെ നല്ല പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും അവരെ മാനിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നല്ല നേതൃത്വത്തെ വിലമതിക്കാൻ കഴിയുന്നത് സമൂഹത്തിന്റെ രാഷ്ട്രീയ പക്വതയും വ്യക്തിയുടെ വിശാല മനസ്സിന്റെയും രീതിയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ മഹത്വം സ്വന്തം ആശയങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതിലല്ല, മറിച്ച് എതിർഭാഗത്തുള്ളവരുടെ നല്ലതും ശരിയുമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നതിലുമാണ്. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യനെയും സമൂഹത്തിന്റെ നന്മയെയും മുൻനിർത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ആരോഗ്യപരമായ ഒരു ജനാധിപത്യം ഇവിടെ വളരുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടായാലും പരസ്പര ബഹുമാനവും അംഗീകാരവും നിലനിൽക്കുമ്പോൾ സമൂഹത്തിൽ ഐക്യവും സഹിഷ്ണുതയും ശക്തമാകും. നല്ല നേതൃത്വത്തെ അഭിനന്ദിക്കുന്നത് ഒരു പാർട്ടിയോടുള്ള അന്ധമായ വിശ്വാസം കൊണ്ടല്ല, മറിച്ച് ആ സത്യത്തെയും പൊതു നന്മയും അംഗീകരിക്കുന്നതിന്റെ മനോഭാവം കൂടിയാണ്. അത്തരത്തിലൊരു മനോഭാവം പുലർത്തുന്ന വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആകാശ് തഴയാശ്ശേരിയിൽ എന്ന നേതാവിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുവാനും എന്നാൽ നല്ലത് കണ്ടാൽ അംഗീകരിക്കുവാനുമുള്ള സഹിഷ്ണുത. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മത്സരം കാഴ്ചവെച്ച തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥിയായ അനൂപ് ആന്റണിയുടെ പ്രവർത്തന രീതികളെ കുറിച്ച് ഇവിടെ വാചാലനാവുകയാണ് ഈ നേതാവ്. രാഷ്ട്രീയം എന്നത് എപ്പോഴും ആശയങ്ങളുടെ പോരാട്ടമാണ്. പക്ഷെ ചില സമയങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി ചില പക്വതകളെയും അവരുടെ പ്രവർത്തന രീതികളെയും അംഗീകരിക്കേണ്ടി വരും. ഈ തിരഞ്ഞെടുപ്പിൽ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ അനൂപ് ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഞാൻ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചിരുന്നു. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥി എങ്ങനെ ആ ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, എങ്ങനെ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നു എന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. തിരുവല്ലയിൽ അനൂപ് ആന്റണി നടത്തിയ പ്രവർത്തന രീതി സാധാരണ രാഷ്ട്രീയ ക്യാമ്പയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി തോന്നി. ആത്മവിശ്വാസത്തോടെയും വ്യക്തിപരമായ ഇടപെടലുകളിലൂടെയും ജനങ്ങളോട് അടുത്ത് നിൽക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഒരു സ്ഥാനാർത്ഥിയുടെ ആത്മാർത്ഥമായ പരിശ്രമം അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം ഏകദേശം 12ഓളം സ്ഥാനാർത്ഥികളുടെ ഫലം ഞാൻ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു. ചിലർ വിജയിച്ചു, ചിലർ പരാജയപ്പെട്ടു. ഫലത്തിനു ശേഷം അവരിൽ പലരെയും ഫോണിലൂടെ ബന്ധപ്പെടുവാനും വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കുവാനും ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്നെ വ്യക്തിപരമായി അത്ഭുതപ്പെടുത്തിയത് അനൂപ് ആന്റണിയുടെ ആ ഒരു സമീപനമായിരുന്നു. ഞാൻ അയച്ച സന്ദേശത്തിന് അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ മറുപടി നൽകി. അതിൽ മാത്രം നിൽക്കാതെ അടുത്ത ദിവസം നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ നിന്ന് പലപ്പോഴും കാണാതെ പോകുന്ന ഒരു ലാളിത്യവും മനുഷ്യ സ്നേഹവും ആ സമീപനത്തിൽ ഉണ്ടായിരുന്നു എന്നത് എനിക്ക് തോന്നി. വ്യത്യസ്ത രാഷ്ട്രീയ ചിന്തകൾക്കിടയിലും പരസ്പര ബഹുമാനം നിലനിൽക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ ആത്മാർത്ഥപരമായ പ്രവർത്തനങ്ങളെയും മാന്യമായ സമീപനങ്ങളെയും അംഗീകരിക്കാൻ കഴിയണം. ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും അതുതന്നെയാണ്. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാകട്ടെ വന്ന കമന്റുകൾ പോലും ഇവിടെ ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അവിടെ ആ ഒരു നിരീക്ഷണത്തെ, അതായത് ഈ നേതാവിന്റെ നിരീക്ഷണത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് അനുഭാവികൾ പോലും വലിയ രീതിയിൽ അനൂപ് ആന്റണിയെ അവിടെ മാനിക്കുന്നു എന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ അവർ വലിയ രീതിയിൽ പ്രശംസിക്കുകയും അനൂപ് ആന്റണി മിടുക്കനായ നേതാവാണ് എന്ന് പറയുകയും ചെയ്യുന്നതിലൂടെ തന്നെ ആ നേതാവ് അവിടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.